കവർ വേണ്ട. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ചെറിയൊരു ഷോപ്പിംഗ് ആണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാനിതാ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം അമ്മയും അതുപോലെ തന്നെ മോളും അതാ എന്നെ കാത്ത് ബസ് സ്റ്റോപ്പിലുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വേഗം അവിടെ പോയി ബസ് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ കൽപ്പറ്റ തന്നെയാണ് ഉള്ളത് കേട്ടോ. അപ്പം നമ്മൾ വേഗം തന്നെ ഉച്ച ടൈമായിരുന്നു. അപ്പോൾ വിചാരിച്ചു എന്തായാലും ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ചായ അങ്ങനത്തെ എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഒരു ഹോട്ടലിൽ കയറി, ഹോട്ടലിലല്ല കൂൾ ബാറിൽ കയറി. അങ്ങനെ അവളിതാ പപ്സ് അല്ലല്ലോ, ഇതെന്താ സാൻഡ്വിച്ചും അല്ല ബർഗർ, അവളൊരു ബർഗറും പിന്നെ അമ്മ ഒരു സാൻഡ്വിച്ചും പിന്നെ രണ്ടാളും ഒരു ലൈം ജ്യൂസും പറഞ്ഞു കേട്ടോ. പിന്നെ ഞാനൊരു ചായയും അതുപോലെ തന്നെ കട്ട്ലൈറ്റുമാണ് പറഞ്ഞത്. കട്ട്ലൈറ്റ് അല്ലല്ലോ ഞാൻ പറഞ്ഞത്, ചിക്കൻ റോളാണ് കേട്ടോ പറഞ്ഞത്. അതുപോലെ തന്നെ നല്ല മഴയും പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും അവിടെ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. മഴ എന്തായാലും ചോർന്ന് പോട്ടെ. ഇപ്പമല്ല, ഞങ്ങൾ ഇറങ്ങാൻ നേരത്തായിരുന്നു. ഇറങ്ങുന്നതിന് കുറച്ച് മുമ്പാണ് മഴ പെയ്തത്. അങ്ങനെ മഴയൊക്കെ ചോർന്നതിന് ശേഷമാണ് ഞങ്ങൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങിയത് കേട്ടോ. പിന്നെ ഈ ഒരു ചിക്കൻ റോൾ എന്നപ്പോൾ എന്തോ എനിക്ക് അതിൻ്റെ ഉള്ളിൽ വേവാത്തത് പോലൊരു ഫീൽ കിട്ടും. അതിൻ്റെ ഉള്ളിൽ കറക്റ്റ് നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. ഭയങ്കര ഒട്ടൽ ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ എനിക്ക് അതിങ്ങനെ പറയാനൊരു മടി ഉണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തൊക്കെയാണ് അത് പറഞ്ഞില്ല കേട്ടോ. അപ്പോൾ നമ്മളിത് ചായയൊക്കെ കുടിച്ചിട്ട് തിരിച്ചിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ മഴ പെയ്യുന്നുണ്ട്. രണ്ടാളും കുട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുട തുറന്നിട്ടില്ല കേട്ടോ. കാരണം ഞാൻ ചെറിയ ചാറ്റമഴക്കൊന്നും അങ്ങനെ കുട തുറക്കാറില്ല. അങ്ങനെ നമ്മളിതാ ഒരു ജ്വല്ലറി കയറിയിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് നമ്മൾ കുറച്ച് മിഞ്ചി നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം മിഞ്ചി ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ വെള്ളീൻ്റെ മിഞ്ചിയാണുള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് മിഞ്ചികളൊക്കെ കാണിച്ചു തന്നു. എല്ലാം പഴയ മോഡൽ എന്ന് പറഞ്ഞാൽ പഴയ മോഡലുകളായിരുന്നു കേട്ടോ. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന അതേ ആ ഒരു ടൈപ്പ് മോഡൽ തന്നെയായിരുന്നു ഉള്ളത്. പിന്നെ അതിൻ്റെ വെറൈറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ വന്നിട്ടുള്ളതുണ്ടായിരുന്നു. പക്ഷേ എന്തോ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ 2-3 ഞാൻ എടുത്ത് ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. ഇതൊക്കെ വലുതാണ് കേട്ടോ, കണ്ടോ, വലുത് എന്നാണ്, നല്ല കട്ടിയുള്ളത്. അപ്പോൾ 2-3 ലെയറൊക്കെ വരുന്നതാണ്. എനിക്ക് സിമ്പിളായിട്ട് എന്നാൽ കാണാൻ കാലിട്ടിട്ട് നല്ലൊരു ഭംഗി പോലെ തോന്നിക്കുന്നത് അങ്ങനത്തെയാണ് ഇഷ്ടം. അപ്പോൾ ഇത് രസമുണ്ട്, കുഴപ്പമില്ല. പക്ഷേ വലുതായത് കൊണ്ട് എനിക്ക് അത്ര ഇത് സുഖം തോന്നിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു വേണ്ടാന്ന് വിചാരിച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ 2-3 എടുത്ത് ഇട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുള്ള അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, നമ്മൾ റിങ്സൊക്കെ അഡ്ജസ്റ്റ് ചെയ്യില്ലേ, അതുപോലെ തന്നെ കാലിലിട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. കണ്ടില്ല, ഒരു ബ്ലാക്ക് ഇതൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ ഇത് പറഞ്ഞിട്ടുണ്ട് ഒരു സ്റ്റോൺ പോലെയൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ കാലിൻ്റെ കോലം പറയണ്ട, മഴയൊക്കെ പെയ്തിട്ട് ആ ചളി കൂടെയൊക്കെയാണ് വന്നത്. അപ്പോൾ കാലും ഒരു വൃത്തിയില്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. വൃത്തിയില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളിതാ കാലിൽ ഓരോന്ന് ഇട്ട് നോക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഒട്ടും എന്താ പറയുക, ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അത് കഴിഞ്ഞപ്പോഴാണ് പാദസാര, അവിടെ വെള്ളീൻ്റെ പാദസാര, അതായത് നെയ്സ് എന്ന് പറഞ്ഞാൽ നല്ല നെയ്സായിട്ടുള്ള പാദസാര കേട്ടോ. ഇതിട്ടപ്പോൾ എനിക്ക് ക്രിഞ്ചടിച്ചു ഗൈസ്. എന്താണെന്നറിയില്ല, കുറേ കാലത്തിന് ശേഷം ഞാൻ വെള്ളീൻ്റെ ഒരു പാദസാര ഇടുന്നത്. അപ്പോൾ എന്തോ എനിക്ക് കണ്ടിട്ട് എന്തോ പോലെ തോന്നുക കേട്ടോ. അപ്പോൾ അത് വെറുതെ ഒന്ന് ഇട്ട് നോക്കി. അപ്പോൾ ഇതിൻ്റെ കുറച്ചുകൂടി ചെറുതുണ്ടോ എന്ന് ചോദിച്ചു നോക്കിട്ടോ. അപ്പോൾ അത് പറഞ്ഞ് വിളിച്ച് ചോദിക്കട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങ് ചോദിച്ചു നോക്കിയപ്പോൾ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അത് നമ്മൾ എടുത്തില്ല. അതിന് 800 സംതിങ് ആണ് തോന്നുന്നു കേട്ടോ. ഞാൻ വെള്ളീൻ്റെയൊക്കെ പാദസര എപ്പോഴോ ഒഴിവാക്കിയൊരു സാധനമാണ് കേട്ടോ. കുറേ കാലമായി ഞാൻ ഇട്ടിട്ട്. 2 കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇട്ടിട്ടില്ല. 6-7-8 വർഷമായിട്ടുണ്ടാവും എന്തായാലും ആ ഒരു പാദസരം ഞാൻ ഒഴിവാക്കിയത്. പിന്നെ ഇപ്പോഴാണ് ഞാൻ ഇട്ട് നോക്കുന്നത്. അപ്പോൾ തന്നെ എനിക്ക് എന്തോ പോലെ കേട്ടോ. അങ്ങനെയല്ല, അത് ഇട്ടിട്ട് കാല് കാണാൻ എന്തോ ഒരു ഇത് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വേറൊരു ജ്വല്ലറിയിൽ വന്നിട്ട് അവിടെ നോക്കി മിഞ്ചി കേട്ടോ. അവിടെ ഇതുപോലെ തന്നെ പഴയ ടൈപ്പ് തന്നെയാണുള്ളത്. പിന്നെ ഒരു മോതിരം നോക്കി. അത് കഴിഞ്ഞ് നമ്മൾ ജംജൂമെന്ന് നമ്മൾ ഓഫറുള്ള സാധനങ്ങളൊക്കെ നോക്കി വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ അമ്മമ്മയും മോളും കൂടി ഓഫറുള്ള സാധനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു പോയിട്ട് ബാസ്ക്കറ്റ് എടുത്തു കേട്ടോ. ഈ പെണ്ണാണെങ്കിൽ ഓക്കത് എടുത്തുകൊണ്ട് നടക്കണം. അങ്ങനെ അത് മാറ്റിയിട്ട് നമ്മൾ ആ ട്രോളി പോലത്തെ ഇത് തന്നെ എടുത്തിട്ട് വരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അതെടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തൊക്കെ സാധനം വാങ്ങിയെന്ന് തന്നെ എനിക്ക് ഓർമ്മയില്ല. എന്തൊക്കെയോ കുറച്ച് സാധനങ്ങൾ കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. പച്ചക്കറിയൊന്നും വാങ്ങിയില്ല. അതൊക്കെ നമുക്ക് ടൗണിൽ നിന്ന് നമ്മൾ മുട്ടിൽ നിന്ന് വാങ്ങാൻ വിചാരിച്ചു.
അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രം വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ ബില്ലടിക്കുന്ന സ്ഥലത്ത് കാർഡ് ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ കാർഡ് ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ കാർഡ് ഞാൻ റെഡിയാക്കി കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളത് തിരിച്ച് ബസ്സിൽ പോവുകയാണ്. അപ്പം മുട്ടിലിറങ്ങിയിട്ട് പിന്നെയും പച്ചക്കറി വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ട് അവരവിടെ പച്ചക്കറി എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ബസ് വന്നത്. അതായത് എനിക്ക് വീട്ടിന് മുമ്പ് തന്നെ പോയി ഇറങ്ങാം. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒറ്റയ്ക്ക് ബസ് കയറി വന്നിട്ടോ. ഓളോട് ചോദിച്ചു ഞാൻ വരുന്നുണ്ടോയെന്ന്. അപ്പോൾ അവൾ പറഞ്ഞില്ല ഞാൻ വരുന്നില്ല, ഞാൻ അമ്മമ്മൻ്റെ കൂടെ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഓൾക്ക് ടാറ്റയൊക്കെ കൊടുത്തിട്ട് ഞാൻ എന്തൊക്കെ ബസ് കയറി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഭാഗ്യത്തിന് ബസ് തന്നെ നന്നായി, ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് നടന്നു പോകേണ്ടി വന്നേനെ കേട്ടോ. അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. പിന്നെ മുഖമൊക്കെ അങ്ങനെ നല്ല ക്ഷീണം ഉണ്ടാവും. എന്താ അറിയില്ല, ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ എന്താ അറിയില്ല, എനിക്ക് ഒന്നിനോടും ഒരു താല്പര്യമില്ല, ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെയാണ് കേട്ടോ എൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അതാണ് മുഖമൊക്കെ എന്തോ പോലെ ഇങ്ങനെ വാടിയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെയാണ് അതാണ് ഞാൻ വീഡിയോസും അങ്ങനെ ഇടാതിരിക്കുന്നത് കേട്ടോ. എന്താ അറിയില്ല, ഒരു ഒന്നിനോടും ഒരു താല്പര്യമില്ലാത്തതുപോലെ എന്തോ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. ഒരു മൂഡില്ല. അപ്പോൾ നമ്മളിതാ ഇന്നലെ വാങ്ങി വെച്ച സ്ലൈസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് രാത്രി കൊണ്ടുവന്നതാണ് പുള്ളിക്കാരൻ. അപ്പോൾ കുടിച്ചതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തൊക്കെയാ അതെടുത്ത് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കുടിക്കുകയായിരുന്നു കേട്ടോ ഞാൻ. അതിൻ്റെ ഇടയിൽ നമ്മൾ മുടിയൊക്കെ ഒന്ന് കാണിക്കുന്നുണ്ട്. എണ്ണ ഇട്ടിട്ട് കുറേ ദിവസമായിട്ടുണ്ട്, കണ്ടില്ലേ. അത് എൻ്റെ മുടി എന്ന് പറഞ്ഞിട്ട് എൻ്റെ താഴേക്ക് വന്നിട്ടുണ്ട്, ചുരുണ്ട് കേളായിട്ടുള്ളൊരു മുടിയാണ് കേട്ടോ. അപ്പം അതെനിക്ക് ഇഷ്ടമാണോയെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. ചില സമയത്ത് ഇഷ്ടം, ചില സമയത്ത് ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്തൊക്കെയാ ആ ജ്യൂസൊക്കെ മാംഗോൻ്റെ ഇതൊക്കെ ജ്യൂസൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് കണ്ടിട്ട് വരാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാ കൂട്ടരും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ചൂലായി വന്നിട്ടുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിച്ചു വരാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ എന്താ പരിപാടി, പാത്രമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കഴുകി വെച്ചു. പിന്നെ നമ്മൾ ചോറ് വെക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ കുക്കറിലാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ കെറ്റിൽ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ടുണ്ട്. ഇനി അത് കുക്കറിൽ വെച്ചിട്ട് നമുക്ക് വേഗം തന്നെ അരി ഇടാം. അപ്പം ഞാൻ പോയി അടിച്ചു വരിട്ട് തരാം. കുറേ ദിവസമായി ഞാൻ ആഗ്രഹിക്കുന്ന നല്ല കരിമീൻ കിട്ടണമെന്ന്. അപ്പോൾ ഇന്നലെ പുള്ളിക്കാരൻ വാങ്ങിക്കൊണ്ടെന്ന് വെച്ചതാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ഇരട്ടകളെ പോലെ പറ്റകളായിട്ട് മാറുന്നേ ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ കറി വെക്കാൻ വേണ്ടിയിട്ട് തക്കാളി, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുക്കറിൽ ചോറ് വെച്ചിട്ടുണ്ട്. പിന്നെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെയാണ് ഞാൻ അതിന് സത്യം മനസ്സിലാക്കി. ഞാൻ വിചാരിച്ചു ഇത് ക്ലീൻ ചെയ്തിട്ടില്ല എന്ന്. അങ്ങനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ വെള്ളത്തിൽ കൊണ്ടുപോയി വെച്ചത് കേട്ടോ. അപ്പോൾ പൊട്ടാൻ ലോട്ടറി അടിച്ചു പോയതെല്ലാം നല്ല ക്ലീൻ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇത് 2-3 കഷ്ണങ്ങളാക്കി എടുക്കണം. അപ്പോൾ അതാണിപ്പോൾ ഒരു പണി. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. കത്തിക്കാണെങ്കിൽ ഒരു മൂർച്ചയില്ല. അങ്ങനെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് നേരം അതൊക്കെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാനിതാ തക്കാളി ഉള്ളിയും വാട്ടുന്ന പരിപാടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. മീനൊക്കെ നല്ല കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 വാല് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് എനിക്ക് പൊരിച്ചിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ കേട്ടോ. മോളവിടെയും പോയി, ഹസ്ബൻഡ് വന്നിട്ടില്ല, വരാൻ കുറച്ച് സമയമാവും. അപ്പോൾ പിന്നെ ഞാൻ കറി വെക്കുകയാണ്, ഒറ്റയ്ക്ക് കറി വെക്കുകയാണ് കേട്ടോ. എനിക്കിതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും അങ്ങനെ അത്ര വലിയ പിടിയൊന്നുമില്ല. ഞാൻ എൻ്റെ ഒരു സ്റ്റൈലിലാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ മീൻ കറി വെക്കുന്ന പോലെ തന്നെ ഞാൻ വെച്ചത്. തക്കാളി ഉള്ളിയും വാട്ടി, പിന്നെ മസാലകളെല്ലാം ഇട്ടു, പുളിവെള്ളം ഒഴിച്ചു, പിന്നെ തിളച്ച് വന്നിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു, ഉപ്പിട്ട് കൊടുത്തു. എന്നിട്ട് നമ്മളെ മീനെല്ലാം അതിലേക്ക് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തു. ആകെ 2 മീനെല്ലാം ഉണ്ടായിരുന്നത്. അതിൻ്റെ 2, 3, 4, 5 കഷ്ണമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഏറ്റവും അവസാനം എനിക്ക് തോന്നിയത് ഇത് കറി വെക്കേണ്ടില്ലായിരുന്നു, പൊരിച്ചാൽ മതിയായിരുന്നു എന്ന്. കാരണം പൊരിച്ചതിന് അടിപൊളി ടേസ്റ്റ്, എൻ്റെ പൊന്നോ. കാരണം ഇതിന് ഒരു പുഴമീനായതുകൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് കറി വെച്ചപ്പോൾ. പക്ഷേ പൊരിച്ചപ്പോൾ നമുക്കതൊന്നും അറിയാൻ കുറച്ച് നേരം ഞാൻ സിമ്മിലിട്ട് ഒന്ന് തിളച്ച് വരട്ടെ, നന്നായിട്ട് വെന്ത് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല കളർ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുളക് പൊടി കുറച്ചും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ കളർ അത്രയ്ക്ക് അങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ. ഇനി എരിവ് കൂടി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താക്കി എന്നാൽ പിന്നെ ഇത്ര മതിയല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാനിതാ 2 വാൽ കഷ്ണം കൂടിയും കൂട്ടിമുട്ടിച്ച് ഇത് പൊരിക്കാനുള്ള പരിപാടിയിലേക്കാണ്. അങ്ങനെ മസാല ഞാൻ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം ഫ്രിഡ്ജിലും വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചട്ടി ചൂടാൻ വെച്ചു, പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു. അങ്ങനെ വെളിച്ചെണ്ണ ചൂടായി, പിന്നെ നമ്മൾ ഈ മീനെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുത്തു. അങ്ങനെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആ ഇഞ്ചിൻ്റെ വെളുത്തുള്ളിൻ്റെയൊക്കെ ഇത് ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ചോറ് കുറച്ച് കുഴഞ്ഞു പോയിട്ടുണ്ട്, കുക്കറിൽ വെച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞാനിത് അവസാനമായിട്ട് ചോറിനാൻ പോവാണ്. അപ്പോൾ അതാ മീൻ പൊരിച്ചതുണ്ട്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒറ്റയ്ക്കിരുന്ന് അങ്ങനെ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ അതാ ചോറും ഒരു പിടി എടുത്തു. അതുപോലെ തന്നെ നമ്മളെ കരിമീനും കറി വെച്ചതും എടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്
ഇതാണ് പൊരിച്ച മീനാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടത്. ഇനി കിട്ടുകയാണെങ്കിൽ ഞാനെല്ലാം പൊരിക്കുകയേ ചെയ്യുള്ളൂ കേട്ടോ. കറി വെക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ എന്താക്കിയത്, എന്നാൽ പിന്നെ കറിയും കൂടി വെച്ചേക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അങ്ങനെ അടിപൊളിയായിട്ട് ഞാൻ ഉഷാറായിട്ട് ചോറുന്നുകൊണ്ടിരിക്കുകയാണ്. സമയം വന്നിട്ട് 10 മണിയാവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാത്രി ആയതുകൊണ്ട് തന്നെ നമ്മളെ ക്യാമറയ്ക്ക് അത്ര ക്ലിയറും ക്ലാരിറ്റിയും ഒന്നും ഇല്ല. പിന്നെ ഫ്രണ്ട് ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലാഷ് ഓണാക്കാൻ പറ്റൂല കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രണ്ട് ക്യാമറയാണ് ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ റിംഗ് ലൈറ്റ് കൊണ്ടുവന്ന് വെച്ചിട്ട് എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് എന്നല്ല, അതെടുക്കാനുള്ള മടി കൊണ്ട് ഞാൻ അത് എടുത്തില്ല കേട്ടോ, ഓണാക്കിയില്ല. പിന്നെ ഇന്ന് ശനിയാഴ്ചയായിരുന്നു. ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മൾ ക്ലാസ്സില്ലാന്ന് വിചാരിച്ച് ഇനി ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല ഗൈസ്. നമുക്ക് ലാബ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ലാബിന് ചൊവ്വ, അതുപോലെ തന്നെ വ്യാഴം, പിന്നെ ശനി, ഈ ദിവസങ്ങളിലാണ് നമുക്ക് ലാബ് ഉണ്ടാവുക. അല്ലാത്ത ദിവസങ്ങൾ നമുക്ക് ക്ലാസ്സും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കുടുങ്ങി. ഇനിയിപ്പോൾ ആകെ ഒരു ദിവസം ലീവുള്ളൂ, ഞായറാഴ്ച മാത്രമേ നമുക്ക് ലീവുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിലാണ് ഞാൻ. പിന്നെ ഉച്ചവരെ ഉണ്ടാവുള്ളൂ നമുക്ക്, എന്നാലും ക്ലാസ്സിലും കഴിഞ്ഞ് വരുമ്പോൾ തന്നെ സമയം കുറേ ആവും കേട്ടോ. അങ്ങനെ നമ്മളെ വീഡിയോ ഇവിടെ ഉണ്ടാവും പോകണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.